നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പുലർച്ചെ 2 മണിക്കാണ് പോലീസ് തെളിവെടുപ്പിനായി സുനിയെ കൊണ്ടുപോയത്. നടിയുമായി കാറിൽ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ ആയിരുന്നു തെളിവെടുപ്പ്. അതേസമയം ആക്രമണം കൊട്ടേഷൻ ആണ് എന്ന ആരോപണം പൾസർ സുനി തള്ളിക്കളയുകയും ചെയ്തു. നടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് കൊട്ടേഷൻ എന്നാണ് പറഞ്ഞത് എന്നായിരുന്നു സുനിയുടെ മൊഴി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തി മെഡിക്കൽ സംഘം പരിശോധന നടത്തുകയാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, ഇപ്പോൾ പ്രതികളുടെ വൈദ്യപരിശോധന നടത്തുന്ന നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ആലുവ ജനറൽ ആശുപത്രിയിൽ നിന്നും എത്തിയ മെഡിക്കൽ സംഘമാണ് അല്പസമയം മുമ്പ് ആലുവ പോലീസ് ക്ലബ്ബിൽ കയറുകയും തുടർന്ന് അവരുടെ പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ഈ പ്രതികളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായുള്ള വൈദ്യപരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോടതി ഒഴിവാണ് എന്നുള്ളതുകൊണ്ട് ഇന്ന് ആലുവ മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും പ്രതികളെ കൊണ്ടുപോവുക. പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും ആവശ്യപ്പെടും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ഇന്നലെ രാത്രിയോടെ തന്നെ 2:30 ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ രാത്രി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. 4:30 വരെ നീണ്ടുനിന്ന തെളിവെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പോലീസിന് കിട്ടിയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ചും പോലീസ് അന്വേഷിച്ചിരുന്നത് പ്രതി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വെണ്ണലയിലെ ഒരു ഓടയിലാണ് താൻ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും തെളിവെടുപ്പ് നടന്നത്. ഓടയിൽ പരിപൂർണമായിട്ടുള്ള പരിശോധന പോലീസ് പൂർത്തിയാക്കി. പക്ഷേ ഒരിടത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിൽ പ്രതി ഈ നൽകുന്ന മൊഴികൾ കള്ളമാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് പോലീസുള്ളത്. മൊബൈൽ ഫോൺ മറ്റെവിടെയോ ഒളിപ്പിച്ച് വെച്ച ശേഷം, സുരക്ഷിതമായ ഒരിടത്ത് ഒളിപ്പിച്ച ശേഷം പ്രതി ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു എന്ന് കള്ളം പറയുകയാണ് എന്നാണ് പോലീസ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ ലഭ്യമാവുന്നതിന് വേണ്ടിക്കൊണ്ട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. നേരത്തെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഇപ്പോൾ ADGP സന്ധ്യ, അതോടൊപ്പം തന്നെ ആലുവ റൂറൽ SP AV വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നത്. ഇന്നലെ അറസ്റ്റിലായ പൾസർ സുനിക്കൊപ്പം മറ്റൊരു പ്രതിയായിട്ടുള്ള വിജീഷിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും മാറി മാറിയാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു ദിനം കൂടിയാണ് ഇന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇന്ന് തന്നെ പോലീസിന് കസ്റ്റഡി ലഭിക്കുകയാണ് എങ്കിൽ കൂടുതൽ തെളിവെടുപ്പ്, ഇന്നലെ രാത്രി നടന്ന തെളിവെടുപ്പിനേക്കാൾ കൂടുതൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ഈ മൊബൈലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇതിന് മുമ്പ് ഈ പ്രതിക്കെതിരെ പൾസർ സുനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ചും മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവവും അതോടൊപ്പം തന്നെ ബ്ലാക്ക്മെയിലുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതികളുമായി ബന്ധപ്പെട്ട് ഇവർ പ്രധാനമായും സഞ്ചരിച്ച ഭാഗങ്ങളെല്ലാം തന്നെ പോലീസ് ഇന്നലെ തന്നെ ഈ തിരച്ചിലും അതോടൊപ്പം തന്നെ പരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവർ വാഹനം ഉപേക്ഷിച്ച തമ്മനം പുല്ലേപ്പടി ഭാഗത്തും അതോടൊപ്പം തന്നെ നടിയെ ഉപേക്ഷിച്ച കാക്കനാട് സംവിധായകൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലുമെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതി നൽകിയത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇവിടുന്ന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് ഇനിയും അനിവാര്യമാണ്. അതിന് ഇന്ന് തന്നെ ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന വേളയിൽ തന്നെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകും. എന്തായാലും പ്രതികളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യ പരിശോധനയാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആലുവ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ പ്രതികളെ വൈദ്യപരിശോധന നടത്താം എന്നതായിരുന്നു പോലീസ് ധരിച്ചിരുന്നത്. എന്നാൽ അവിടെ തിരക്കും അതോടൊപ്പം തന്നെ ഇന്ന് ആലുവ മണപ്പുറത്ത് എത്തുന്ന ഭക്തരുടെ തിരക്കും അതോടൊപ്പം തന്നെ ഇവർക്കുള്ള ഈ സുരക്ഷാ പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മെഡിക്കൽ സംഘത്തെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വരുത്തിക്കൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ആലുവ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം എത്തുകയും പ്രതികളുടെ വൈദ്യപരിശോധന നടത്തുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. അരുൺ, സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്.